ഉത്തർപ്രദേശിൽ ലക്നൌവിൽ വിവാഹ പാർട്ടിക്കിടെ പുലി ഇറങ്ങി. ഓഡിറ്റോറിയത്തിന് മേൽക്കൂരയിൽ നിന്ന് പുലി ആളുകൾക്കിടയിലേക്ക് ചാടി വീഴുകയായിരുന്നു. വിവരങ്ങളുമായി വിനിത വിജി. വിനിത, അത് ഭീകര വിഷ്വൽസാണ്. എന്തായാലും ആളുകൾ പേടിച്ച് ബോധം കെട്ടവരുണ്ടോ, പരിക്കുള്ളവരുണ്ടോ? विजुअल में है बंद कर दिए। अरे हाय तेंदुआ है, हाँ तेंदुआ है, गोली लग गई हाय। अरे विजुअल में है। അപ്പം തന്നെ വെടിവെച്ച് ഉത്തർപ്രദേശിൽ ലക്നൌവിലാണ് വിവാഹ പാർട്ടിക്കിടെ പുലി ഇറങ്ങിയത്. ഓഡിറ്റോറിയത്തിലെ മേൽക്കൂരയിൽ നിന്ന് പുലി ആളുകൾക്കിടയിലേക്ക് ചാടി വീഴുകയായിരുന്നു. അതിലൊരാൾ ഗുരുതരമായി പരിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ പുലിയെ വെടിവെക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാം. അപ്പോൾ മേനകാഗാന്ധി ഒന്നും എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണണ്ട. കാര്യം മേനകാഗാന്ധി അങ്ങനെ പുലിയെ വെടിവെക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും വിനിത വിജി വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. വിനിത, ഇതെന്തായാലും പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ായി അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഇവർക്ക് നേരെയും പുലിയുടെ ഒരു ആക്രമണം ഉണ്ടായി. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 4 മണിക്കൂർ ഈ ഒരു പരിശ്രമം ഈ പുലിയെ പിടിക്കുന്നതിനായി അവിടെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ പുലിയെ പിടികൂടിയിരിക്കുകയാണ് ഹഷ്മി. അല്ല, ഈ വിനിത, ഈ പുലി ഇത് നരഭോജിയാണോ അല്ലെങ്കിൽ ഇത് മനുഷ്യനെ കൊല്ലുന്നതാണോ എന്ന് തുടങ്ങി നോക്കണ്ടേ അവിടെ വെടിവെക്കാൻ? ഇവിടെ മാത്രമേ ഉള്ളൂ ഈ വെടിവെക്കുന്നതിന് 100 തവണയുള്ള ആലോചന, വിനിത? തീർച്ചയായും അത്തരം വിവരങ്ങളിലേക്ക് നമുക്ക് ഇനി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എന്താണെങ്കിലും ഒരു വിവാഹ വേദിയിൽ ഒരു അപ്രതീക്ഷിതമായി എത്തിയാണ് ഈ പുലിയുടെ ഒരു ആക്രമണം നമുക്ക് പറയാം. ഏതാണ്ട് ഒരുപാട് ആളുകൾ ഈ വിവാഹത്തിലൊക്കെ പങ്കെടുക്കാനായി എത്തി. ഏതാണ്ട് 200-ഓളം ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്കിടയിലേക്കാണ് ഈ പുലി വളരെ പെട്ടെന്ന് ചാടുന്നത്. ഒപ്പം തന്നെ ഈ ആളുകളെ അവരെ പെട്ടെന്ന് സംരക്ഷിക്കുകയും പുലിയെ എത്രയും വേഗം പിടികൂടുക എന്നൊരു ഉദ്ദേശമായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ തന്നെയാണ് അവർ നടത്തിയിട്ടുമുണ്ടായിരുന്നത്. അപ്പം തന്നെ ആ പുലിയെ പിടികൂടുന്നതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 4 മണിക്കൂറോളം ആ മേഖലയിൽ ഈ ഉദ്യോഗസ്ഥരടക്കം പുലി ചുറ്റിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒടുവിൽ ആ പുലി ആ മുകൾ ഭാഗത്തുണ്ടെന്ന് അറിഞ്ഞ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് ആ പടി കയറി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ തോക്കുമൊക്കെയായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ പോകുന്നത്. ഇവർക്കിടയിലൂടെ പുലി വീണ്ടും ആ സ്റ്റെപ്പിലൂടെ ചാടി അവരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ ആ പുലിയെ പിടികൂടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ കൈക്കടക്കം നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ തോക്കത് പിടിച്ചു വാങ്ങുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനായി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഈ പരിപാടിയിൽ, വിവാഹ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ ആളാണ്. ഇപ്പോൾ ഈ ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിനൊടുവിൽ പുലിയെ പിടികൂടിയിട്ടുണ്ട്. വിനിത വിജയാണ്. നമ്മൾ പുലിയെ അങ്ങനെ ഇപ്പോൾ കല്യാണ പാർട്ടിയിലേക്ക് ചാടി വീണ് പുലിയെ വെടിവെക്കുന്നതിന് ആരും കുറ്റം പറയില്ല. കാര്യം ജീവൻ്റെ വിഷയം. പക്ഷേ നമ്മൾ ഈ പുലി, കടുവ എന്നൊക്കെ ആദ്യം നരഭോജിയാണെന്ന് ഉറപ്പിക്കണം. നരഭോജിയാണെന്ന് ഉറപ്പിച്ച് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ആക്രമിച്ചാൽ പോരാ, മനുഷ്യനെ കൊന്നാലും പോരാ. മനുഷ്യനെ കൊന്നത് ഈ പുലി തന്നെയാണെങ്കിൽ ഈ കടുവ തന്നെയാണെന്ന് ഉറപ്പിക്കണം എന്ന മട്ടിലൊക്കെയാണ് നിയമമുള്ളത്. അപ്പോൾ കണ്ടപാടെ അങ്ങനെ വെടിവെക്കാൻ അവിടെ ഈ നിയമമൊന്നും ബാധകമല്ലേ എന്നൊരു സ്വാഭാവിക ചോദ്യം ചോദിച്ചതാണ്. അതല്ലാതെ വെടിവെക്കുന്നതിന് നമ്മളൊന്നും പറഞ്ഞതല്ല. കാര്യം മനുഷ്യർക്കിടയിൽ, കല്യാണപ്പാട്ടിൽ മനുഷ്യർക്കിടയിലേക്ക് പുലി ചാടി വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഉപദേശിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ.